നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്ത് ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആനന്ദിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ഗുരുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഭാരതമായി ഹാർട്ട്ഫുൾ സഹജമാൻ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ സീരീസിൽ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ലക്ഷ്യത്തിൽ ജീവിക്കുക, നമ്മൾ യഥാർത്ഥമായിട്ട് ആ വ്യക്തിത്വത്തെ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിത്വത്തിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് ആ സ്മരണയിൽ തന്നെ ജീവിക്കുക, നിരന്തര സ്മരണ. അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥ സ്മരണയിലേക്കുള്ള ആ യാത്ര. നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് ആ സ്മരണ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ പല ജീവിതങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത്. മുടിയനായ പുത്രൻ എന്നുള്ള ഒരു കഥയുണ്ട്, യേശുക്രിസ്തു പറയാറുള്ള കഥ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മളിലൂടെയാണ് പ്രവഹിക്കുന്നത്. നമ്മൾ പൂർണ്ണനാണ് എന്നുള്ള ആ ബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. അതാണ് മനുഷ്യന്റെ ധർമ്മം. എന്നിട്ട് അത് മാതൃകയാക്കിയിട്ട് കാണിക്കാം. സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ പ്രമാണം നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മൾ പുലരും മുമ്പ് ഉണർന്നു, യഥാർത്ഥത്തിൽ ആ വ്യക്തിത്വത്തിലേക്ക് ഉണർന്നു. ബാക്കി എന്തും ഓർക്കുന്നതിന് മുമ്പേ ഞാൻ ആരാണെന്ന് ഓർക്കുക, എന്നിട്ട് വേണം ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനുള്ളത്. അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഈ പ്രമാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ സൈക്ലിക്കലാണ്. 10ാമത്തെ പ്രമാണം എത്തിക്കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഫസ്റ്റ് പ്രമാണത്തിലേക്ക് യാത്ര ചെയ്യാം.
ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്മരണ പെർമനന്റ് ആവുന്നത് വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ 10 പ്രമാണങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിട്ട് മാറും. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ അതായി മാറും. അപ്പൊ ഇവിടെ നമ്മൾ ഉണർന്നു, അതിനുശേഷം ആ പരിശുദ്ധി നിലനിർത്തുകയാണ്. പിന്നെ വേണ്ടത് ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും പരിശുദ്ധി നിലനിർത്തി കുളിക്കണമെങ്കിൽ കുളിക്കാം, കൈയും കാലും കഴിക്കാൻ മതി. അത് എത്രയും വേഗം ഈ സ്റ്റേറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. പുലരും മുമ്പ് തന്നെ, എൻ്റെ ജീവിതം പുലരും മുമ്പ് തന്നെ, ഞാൻ ഇവിടേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പേ ആ സ്മരണ ഞാൻ കണ്ടിന്യൂറ്റിയിൽ നിലനിർത്തിയിട്ട് വേണം, നഷ്ടപ്പെടാതെ ആ കണ്ടീഷൻ നിലനിർത്താതെ നഷ്ടപ്പെടാതെ വേണം എനിക്ക് ജീവിതത്തിലേക്ക് വരാനായിട്ട്. അപ്പൊ അതിൻ്റെ ഒരു മെത്തേഡാണ് പ്രാർത്ഥന എന്നുള്ളത്. ഈ സ്മരണ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നത്. ഹൃദയത്തിൽ ഭക്തിയും സ്നേഹവും നിറഞ്ഞിട്ട് വേണം പ്രാർത്ഥന നടത്താൻ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. വിത്ത് എ ഹാർട്ട് ഫിൽഡ് വിത്ത് ലവ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ആധ്യാത്മികോന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക. ആധ്യാത്മിക ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക. നമ്മൾ സ്മരണയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും, അത് ഉറപ്പാണ്. രാഗപരിസരം. അപ്പൊ അത് ഏറ്റവും ഉയർന്ന തലത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കണേ. ആധ്യാത്മികത മനസ്സിൽ ഉയർത്തുക എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഉദ്ധരേതാത്മനാത്മാ, ഉയർത്തുക മനസ്സിനെ അതിന്റെ ഫൈനൽ വേർഷനിലേക്ക് ഉയർത്തുക. അതാണ് ആധ്യാത്മിക സാധനയുടെ ലക്ഷ്യം. അപ്പോൾ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഹയർ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉയർന്ന തലത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്വയം എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ഘടകമാണ് പ്രാർത്ഥന. അപ്പോൾ ധ്യാനം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു കാര്യമാണ്, ടെക്നിക്കാണ്. മെഡിറ്റേഷൻ, യു ഹാവ് ടു ഡു മെഡിറ്റേഷൻ. ചാരിജി മഹാരാജ് പറയുന്നു ഒരു അഭ്യാസം, ഐ ലവ് ടു ഡു മെഡിറ്റേഷൻ. അപ്പോൾ ചാരിജി മഹാരാജ്, യു ഡു നോട്ട് ലവ് മെഡിറ്റേഷൻ, യു ഡു മെഡിറ്റേഷൻ, സംതിങ് യു ഷുഡ് ബി ഡൺ. മെഡിറ്റേഷനിലൂടെ യു ഷുഡ് റീച്ച് കോൺസ്റ്റന്റ് കംപ്ലൈൻസ്. കോൺസ്റ്റന്റ് മൂവ്മെന്റ്സും അവസാനിക്കും സ്നേഹത്തിൽ പരിണമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ കൂട്ടി യോജിക്കും. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാജി ഡിഫൈൻ ഈ ആ ഒറിജിനൽ വിസ്റ്റത്തിലുള്ള വെഹിക്കിളിലുള്ള യാത്ര. അപ്പൊ ആ ഒറിജിനൽ വെഹിക്കിളിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഈഗോ ആ യാനത്തിൽ ആവണം. ആ യാനം യഥാർത്ഥത്തിൽ എന്നെ നയിക്കണം. ഞാൻ ആ ഫ്ലോയിൽ വരണം. അതിനാണ് പ്രാർത്ഥന. വലിയൊരു എന്താ പറയാ, വൈചിത്രമായിട്ട് തോന്നാം. ഞാൻ വേണേനി വന്ന ഞാൻ മാർഗത്തിൽ ഞാൻ ആ ഒഴുക്കിലൊഴുകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മീഡിയമായിട്ട് മാറും. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും എഫക്റ്റിവിറ്റി വരുന്നത്. ബാബുജി മഹാരാജ് പറഞ്ഞത് ഒരു ഭിക്ഷക്കാരൻ ഒഴിഞ്ഞൊരു ഭിക്ഷാപാത്രമായി കാത്തു നിൽക്കുന്ന പോലെ അതിലെന്താണ് മാസ്റ്റർ നൽകുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ എത്ര നേരം വേണേൽ വെയിറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി കാത്തിരിക്കും. അപ്പോൾ നമ്മൾ ലോകത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡൊന്നും ആലോചിക്കണം. മെഡിറ്റേഷൻ ഇരിക്കുകയാണ്, ആസനസ്ഥരായി ഒരു സ്ഥലത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? നമ്മുടെ മാസ്റ്ററിലേക്ക്, ഉയർന്ന വേർഷൻ മാസ്റ്ററിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഭിക്ഷാപാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ വെയിറ്റിങ്ങിൽ എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്ന വാക്കുകളാണ് പ്രാർത്ഥന. ഓ മാസ്റ്റർ, അങ്ങാണ് മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. സാഹിത്യമാർഗത്തിന്റെ പ്രാർത്ഥന ആദ്യത്തെ. ഓ മാസ്റ്റർ, ദൗ ആർ ദ റിയൽ ഗോഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മാസ്റ്റർ നോക്കണം, ഭൂമിയിലേക്ക് നോക്കി, സൃഷ്ടിയിലേക്ക് നോക്കി. മാസ്റ്റർ എന്ന് പറയാം, അങ്ങാണ് എൻ്റെ ലക്ഷ്യം. വി ആർ യെറ്റ് ബട്ട് സ്ലേവ്സ് ഓഫ് വിഷസ് പുട്ടിംഗ് ബാർ ടു അവർ പ്ലാൻസ്. വി എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഈഗോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊടുക്കും. ഞങ്ങളെല്ലാവരും ഇതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്, ഒറ്റയാളായിട്ട് യൂണിഫൈഡ് പേഴ്സണായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. ഞങ്ങൾ ആശുകൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ബോധം വരാത്തത്. ആ ബോധത്തിരിക്കില്ല, നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല, നമ്മൾ മാസത്തിൽ നോക്കും. എന്നിട്ട് പറയുന്നു ദൗവാടുന്ന പുള്ളി ഗോഡ് ആൻഡ് തോട്ട് ബ്രിങ് സപ്തദാശ. അങ്ങാണ് അങ്ങയിലേക്ക് വെക്കാൻ ഒരേ ഒരു ശക്തി, വരാൻ പറ്റില്ല.
ഞാൻ ഉണ്ട് അവിടെ, എന്തിന് ഇത് പറയാൻ, ഇത് സമർപ്പിക്കാൻ അവിടെ വേണം. അതിനുശേഷം ഞാൻ അവിടെ ഇരിക്കാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ എന്താണ് ഇച്ഛിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്നുള്ള ആ ബോധത്തിൽ അവിടെ ഇരിക്കണം. അതെനിക്ക് അലിഞ്ഞില്ലാണ്ട് ഡിസോൾവ് ചെയ്യണം. ചാരിജി മഹാരാജ് പ്രാർത്ഥിച്ച ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചാരിജി മഹാരാജ് അമേരിക്കയിലെ ഒരു റൂമിൽ നിന്നും പ്രാർത്ഥിച്ചപ്പോൾ അന്തരീക്ഷം മാറിപ്പോയി. എല്ലാം വളരെ വൈബ്രേഷൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു എന്നൊക്കെ അത് പറയുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. അവിടെ മാറി നിൽക്കുമ്പോൾ ആ റൂം തന്നെ പറ്റും. ഞാൻ മാറുന്നു, അവിടെ ആ റൂം മാറുന്നു, അന്തരീക്ഷം മാറുന്നു. ഒരു പ്രാർത്ഥനാ ഭാവത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നാൽ നമുക്ക് അസാധ്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത സന്തോഷവും ആനന്ദവും സ്നേഹവും ഒക്കെ വരും അറിയാതെ. അങ്ങനെയുള്ളതാണ് പ്രാർത്ഥന. അങ്ങനെയുള്ളതാണ് പ്രാർത്ഥനാലയമായിട്ട് മാറുന്നത്. നമ്മൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേണം, ഇത് വേണം. സ്വാമി വിവേകാനന്ദന് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. രാമകൃഷ്ണ പരമഹംസനോട് പറഞ്ഞു. രാമകൃഷ്ണ പരമഹംസൻ ഈ ഭഗവതിയുടെ അമ്മയോട് ചോദിക്കണം. പക്ഷേ സ്വാമി വിവേകാനന്ദന് ഇത് ചോദിക്കാൻ പറ്റില്ല എന്നാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം പറഞ്ഞു. അന്ന് സ്പിരിച്വലായിട്ട് ശരിക്കും സീക്കൽ സ്വാമി വിവേകാനന്ദൻ ജയന്റായിരുന്നു, സ്പിരിച്വൽ ജയന്റായിരുന്നു. അപ്പോൾ ആ ഒരു മാതൃക നമ്മൾ പിന്തുടരുന്നുണ്ട്. നമ്മളൊന്നും ചോദിക്കേണ്ടതില്ല, എല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ഉണ്ട്. എനിക്കിനി അത് ഉപയോഗിക്കാനും അങ്ങ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കണം. അങ്ങ് എങ്ങനെയാണ് ക്രിയേഷൻ നടത്തിയപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സൃഷ്ടിയാക്കി അങ്ങ് എങ്ങനെയാണ് എല്ലാവരും ഹൃദയത്തിലൂടെ പ്രവർത്തിക്കുന്നത്, അതുപോലെ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എനിക്ക് മാറും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്കെല്ലാം നൽകി കഴിഞ്ഞു, എന്നിട്ട് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇത് എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കണം. അതിന് ഞാൻ ടൈം ഫ്രെയിം കൊടുക്കുന്നു. ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. എനിക്ക് വേറൊരു പർപ്പസ് ഈ ലോകത്തില്ല. അങ്ങ് ചെയ്യുന്ന പോലെ എനിക്കിവിടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ. ഈ പ്രാർത്ഥന വളരെ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടേക്ക് മെത്തഡ്. അപ്പോൾ നമ്മൾ വിസ്മരിക്കാതിരിക്കണം. നമ്മുടെ ശരിക്കുള്ള ആ ഒരു എന്താ പറയുക സ്വഭാവങ്ങൾ അത് വിസ്മരിക്കാതെ ഇരിക്കാൻ പറ്റാവുന്നതാണ്. സ്നേഹത്തോടെ സ്നേഹപൂരിതമായ ആധ്യാത്മിക ഉന്നതിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനമാണിത്. വേറൊരു ലക്ഷ്യമില്ല. എനിക്ക് അങ്ങേപോലെ തന്നെ ആവണം എന്നുള്ള ആ ബോധത്തിൽ പ്രാർത്ഥന ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് തുടരാം. നന്ദി, നമസ്കാരം.